everyone, it's me Savita Charles from Pothirans. നമ്മൾ ഇന്ന് കാണുന്നത് കാംബ്രിക് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു കളറിന്റെ ഡിഫറെന്റ് പ്രിന്റുകളാണ്. സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ടോണിലേക്ക് പോകുന്നു. ഡിഫറെന്റ് പാറ്റേണിലുള്ള പ്രിന്റുകൾ സ്ക്രീൻ പ്രിന്റിലുള്ളതാണ്. പ്രൈസ് നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. 109 രൂപയിലാണ് ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ ഫാബ്രിക് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിനേക്കാളൊക്കെ ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ഞങ്ങളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിൽ ആ ഫാബ്രിക് വന്നിരിക്കുന്നത് കണ്ടു നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് യൂസ് ചെയ്യാട്ടോ. വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഓണിയൻ പിങ്ക് ടോണിലേക്ക് പോകുന്നു. ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ്. ഓരോന്നോരോന്നായിട്ട് വെച്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാ വരാന്ന് അറിയാനായിട്ടാണ്. ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ജാലി പാറ്റേണിലേക്ക് പോകുന്ന പോലെ ഒരു ഫ്ലോറൽ ഡിസൈൻസ്, ലീവ്സും ഫ്ലവേഴ്സും എല്ലാം കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിനൊട്ടും തന്നെ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് എന്താ പറയാ അങ്ങനെയൊക്കെ വെയർ ചെയ്യാനാണല്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിനുള്ള പാറ്റേണിലുള്ള ഫാബ്രിക് ആണ്. കാംബ്രിക് ആണ്. 60s by 60s ആണ്. ഇനി ആദ്യം കണ്ടതും ഇതും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ ഡിസൈനർ വെയർ ആയിട്ടുള്ള കുർത്തി ചെയ്യാം. ഇതിങ്ങനെ ഒരു ബുട്ട പോലെയാ പോകുന്നത്. ആ ബുട്ട കുറച്ച് വലുപ്പം ഉള്ളതാണ് കേട്ടോ. ജയ്പൂർ കോട്ടൺ അധികം പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. സ്ക്രീൻ പ്രിന്റിൽ ഉള്ളതാണ്. പ്യുവർ കോട്ടൺ ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ ഒരു ജാലി പാറ്റേൺ, പക്ഷെ ഫ്ലോറൽ ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട്. സെയിം കളർ തീം തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ റയർ ആയിട്ടുള്ള ഒരു കളർ ആയതുകൊണ്ടാണ് ഇത്രയധികം ഡിസൈൻസ് നമ്മൾ ഈ ഒരു കളറിൽ തന്നെ എടുത്തത്. ഇങ്ങനെ ഇരിക്കും. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇനി ഇതിനൊക്കെ മാച്ച് ചെയ്യാവുന്ന ഒരു സിഗ്സാഗ് അവൈലബിൾ ആ. അപ്പൊ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ബോട്ടം ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്ലീറ്റഡ് പാറ്റേണിലൊക്കെ ഉള്ള കുർത്തി ചെയ്യുമ്പോൾ ഈ സെന്റർ പാർട്ടിലേക്ക് ഈ ഒരു സിഗ്സാഗ് കൊടുക്കാം, അല്ലെങ്കിൽ യോക്ക് പാർട്ടിൽ കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് എങ്ങനെ ഇരിക്കും ഇത് മാത്രമായിട്ട് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ. ഇനി വരുന്നതും ഒരു ലൈൻ പാറ്റേണിലേക്ക് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതിനകത്ത് നിറച്ച് ഫ്ലോറൽ ഡിസൈൻസ് ആണ് കേട്ടോ. ഇനി ചിലർക്ക് ഈ കാംബ്രിക് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പോളിസ്റ്റർ ആണോ മിക്സ് ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു പീസ് എടുത്തൊന്ന് കട്ട് ചെയ്ത് ബേൺ ചെയ്താൽ മതി. നമുക്ക് ഇതിന്റെ ആഷ് എപ്പോഴും പൗഡർ ഫോമിൽ തന്നെയായിരിക്കും. നമ്മൾ പോളിസ്റ്റർ എല്ലാം പോളിസ്റ്റർ ആണെന്ന് പറഞ്ഞാണ് വിൽക്കാറുള്ളത് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് ഓണിയൻ പിങ്ക് അല്ല, ബേസ് വന്നിരിക്കുന്നത് വൈറ്റ് ആണ്. മിൽക്കി വൈറ്റിലേക്ക് ഓണിയൻ പിങ്കിലുള്ള പ്രിന്റ് ഇത് ഇങ്ങനെ പോകുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ജാലി പാറ്റേൺ തന്നെ. ആൻഡ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് വലിയ പേസ്ലി പ്രിന്റ് ആണ്. നമ്മളിപ്പോഴും മാംഗോ പ്രിന്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു പ്രിന്റിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ബേസ് കളറും ഓണിയൻ പിങ്ക് ടോൺ തന്നെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒരേ കളറിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇത് കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അതുപോലെ സ്റ്റിച്ച് ഇത് വേണമെന്നുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്താൽ മതി.